നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൽ ദേശീയപാത വികസനം പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ റീച്ച് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. കേരള സർക്കാരിന് ധനപരമായ പങ്കാളിത്തമുള്ള പദ്ധതിയാണ് ദേശീയപാത 66ന്റെ വികസനം. വിവിധ സംസ്ഥാനങ്ങളിലൂടെ ആണ് NH-16 കടന്നുവരുന്നത് നമുക്കറിയാം. മഹാരാഷ്ട്രയിലെ പൻവേലിൽ തുടങ്ങി ഗോവ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്നതാണ് NH-66. ഈ 5 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നുവരുന്ന ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനവും പണം ചെലവാക്കിയിട്ടില്ല. ഇത്രയും ആമുഖമായി പറയുന്നു എന്ന് മാത്രം. വിവാദങ്ങളിലോ തർക്കങ്ങളിലോ പൊതുജനം കഴുതല സാർ എന്ന പരിപാടിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കി നമുക്ക് ആരംഭിക്കാം. ഞാൻ പ്രജിൻ C. കണ്ണൻ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ആമുഖത്തിൽ നിന്ന് ഇനി കാര്യത്തിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നത്. കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ചടങ്ങുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിയില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് ആകട്ടെ രാമനാട്ടുകരയിൽ ദേശീയപാതയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. നമ്മുടെ നാടിന് വികസനം വേണം, അത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. പക്ഷേ അത്തരം വികസന സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിന്റെ ശോഭ കെടുത്തേണ്ടതുണ്ടോ എന്നാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. अब बदलेगा, अब केरलम आगे बढ़ेगा. मारा तजमारुम इनी केरलम वलारुम. കേരളം കാത്തിരുന്ന വികസന പദ്ധതികൾക്ക് ചിറകുവിരിക്കുന്നു. മലയാളികൾക്ക് അഭിമാനത്തിന്റെ നിമിഷം. എന്നാൽ ഈ ആഹ്ലാദവേളയിൽ കല്ലുകടിയായി രാഷ്ട്രീയ വിവാദം. വികസന പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്തിയത് ആരാണ്? മുന്നണികൾ പരസ്പരം പഴിചാരുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വെക്കുന്നു. എന്തൊരു കാലമാണിത്! BJP സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടിവരേണ്ട ആളാണോ? നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഈ സർക്കാരിനെ ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. കേരളത്തിന്റെ അവകാശമാണ് ഇത്തരം ഉദ്ഘാടന പരിപാടിയിൽ ബന്ധപ്പെട്ടവർ പങ്കെടുക്കുക. ദേശീയപാത ഉദ്ഘാടനങ്ങൾ കേരളത്തിന്റെ പട്ടികകൾ എടുത്തു പരിശോധിച്ചാൽ എല്ലാ കാലത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. ഇവിടെ തന്നെ ഞാൻ ഈ വകുപ്പിന്റെ ചുമതല എടുത്തതിന് ശേഷം എത്ര ദേശീയപാത പരിപാടി പങ്കെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ എന്തിനു ഒഴിവാക്കി? അത് ശരിയാണോ? മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. കേരളത്തിലെ ദേശീയപാത വികസനം പ്രതിസന്ധിയിലായ ഒരു കാലമുണ്ടായിരുന്നു. ദേശീയപാതയുടെ വീതി 30 മീറ്ററോ 45 മീറ്ററോ എന്ന തർക്കം നടന്ന നാളുകളുണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിനെതിരെ സമരം നടന്ന കാലം. ഒടുവിൽ 45 മീറ്റർ പാതയ്ക്ക് സമ്മതിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന്റെ 25% കേരളം വഹിക്കണം എന്നായി. 5800 കോടി രൂപ കേരളം നൽകിയത് ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്തതായിരുന്നു. ദേശീയപാത വികസനം യാഥാർത്ഥ്യമായി. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിന്റെ ആവശ്യങ്ങളോട് അനുഭാവത്തോടെ പ്രതികരിച്ചത് ദേശീയപാത വികസനം വേഗത്തിലാക്കി. I understand your problem regarding giving contribution for land acquisition. My request is without taking any single rupees from your budget, I will give the proposal that please give us the aggregate and sand royalty free. I am really happy that Kerala is changing and our road infrastructure is going to increase after 3 times more tourism in Kerala, which is giving more progress, more development, more employment potential and also for the young talented youth of the Kerala. ഉദ്ഘാടനമാകുമ്പോൾ കാര്യം മാറും. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ട്, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്കില്ല. ഇതോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും കലൂരിലെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെൻറ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോടോ മാത്രമുള്ള മര്യാദകേടല്ല, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്, അപമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. കലൂരിൽ പ്രധാനമന്ത്രി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ
ദേശീയപാതയിൽ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച് സമാന്തര ഉദ്ഘാടനമായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. രാഷ്ട്രീയ വിവാദം തുറന്നതോടെ പ്രതികരണവുമായി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയെങ്കിലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചിരുന്നു. 2017 കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരനെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചത് അക്കാലത്ത് വാർത്തയായിരുന്നു. വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിക്കാതിരുന്നത് ഇതേ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും ഈ വിവാദത്തിൽ ചിലത് പറയാനുണ്ട്. അതൊക്കെ വെറുതെ ഈ ബി.ജെ.പിയും CPM-ഉം തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. ഉദ്ഘാടനം ചെയ്യാറായിട്ടില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് പണി പൂർത്തിയാക്കിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലാതെ അല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇതൊക്കെ വെറും നാടകമല്ലേ, അല്ലാതൊന്നുമില്ല. ഇനിയിപ്പോൾ 2 ദിവസം ആഘോഷിക്കാമല്ലോ, ഭയങ്കര ബി.ജെ.പിയുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറയും. തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചറാണെന്ന് പോലും അന്വേഷിക്കണം നോക്കും. നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് ചെലവ് ചെയ്യുന്നതാണ്. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, സംസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രി വിളിക്കുന്ന ആ പരിപാടിക്ക് അത് വിളിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. ഏതായാലും ഇത് ഉദ്ഘാടന കാലമാണ്. വോട്ട് ലക്ഷ്യമാക്കി ഉദ്ഘാടന മഹാമഹങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഒടുവിൽ പറയട്ടെ, ദേശീയപാതയുടെ പൂർത്തിയായ റീച്ച് മാത്രമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പണി ഇനിയും ബാക്കിയാണ് തെക്കുവടക്ക് പാതയിൽ. എല്ലാം പൂർത്തിയായിട്ട് മതിയായിരുന്നില്ലേ ഉദ്ഘാടനം? അപ്പോൾ അകറ്റി നിർത്തിയാൽ മതിയായിരുന്നില്ലേ തർക്കം? ഇപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ തർക്കം? എന്തിനു വേണ്ടി അകറ്റി നിർത്തൽ? ജനം മറുപടി നൽകട്ടെ. പൊതുജനം കഴുതയല്ല സാർ. യെസ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ നമ്മുടെ കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നുണ്ട്. അതിൽ സജി ജോർജ് 9289 എന്നൊരു ഐഡിയിൽ നിന്നൊരു കമന്റ്. ആ കമന്റ് പുറത്ത് വായിക്കാൻ കൊള്ളില്ല, നല്ല തെറിയാണ്. അതിൽ പറയുന്നു, മഹാരാഷ്ട്രയിൽ 27 കോടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറെ തെറിയാണ്, അത് വായിക്കാൻ പറ്റില്ല. ഇത് എന്നെ തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തോട് മാത്രമായി പറയാനുള്ള കാര്യം, ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ്. ദേശീയപാത വികസനത്തിനായി പ്രത്യേകിച്ചും NH66 അതിന്റെ സ്ഥലമേറ്റെടുപ്പ് ചെലവിലേക്ക് പണം നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, മറ്റാരും പറയുന്നതല്ല. ഇത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. അതിൽ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങൾ ദേശീയപാത 66 വികസനത്തിനായി സാമ്പത്തിക വിഹിതം നൽകിയിട്ടില്ല എന്നുകൂടി കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിൽ കേരളത്തിന്റെ പങ്കാണ് ചോദിക്കുന്നതെങ്കിൽ ഈ സ്ഥലമേറ്റെടുപ്പ് ചെലവിന്റെ 25% കേരളം വഹിക്കുന്നത്. ഇനി തുക നോക്കുകയാണെങ്കിൽ അത് 5519 കോടിയാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കൃത്യമായി കേന്ദ്രം പാർലമെന്റിൽ വെച്ച കണക്കുകൾ മാത്രമാണ് ഈ പറയുന്നത്. ഇനി മഹാരാഷ്ട്രയിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്, അവിടുത്തെ സർക്കാരല്ല, കേന്ദ്രം നൽകിയിട്ടുണ്ട്. അത് ഏതാണ്ട് 15,385 കോടി രൂപയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ചുമ്മാ കാര്യങ്ങൾ പറഞ്ഞതല്ല, ഈ കണക്കുകൾ വെച്ചിട്ട് തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചത്. ഓക്കെ, അപ്പോൾ മറ്റു ചില പ്രേക്ഷകർ മറ്റു ചില വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ LPG സിലിണ്ടറുമായി ബന്ധപ്പെട്ടാണ്. വലിയ പ്രതിസന്ധിയല്ലേ നാട്ടിൽ നടക്കുന്നത്, അതിനെക്കുറിച്ച് എന്താണ് വാർത്തകൾ ചെയ്യാതെന്ന് ചോദിക്കുന്നത്. അടുത്ത വാർത്ത അതുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നേരെ ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലേക്ക് പോകാം. എന്തായാലും നിലവിൽ ഈ മധ്യപൂർവേഷ്യയിലുണ്ടായ യുദ്ധസമാനമായ സാഹചര്യം കേരളത്തിലെ അടുക്കളകളെയും ഹോട്ടൽ മേഖലയെയും സാരമായി ബാധിച്ചിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. മിക്ക ഹോട്ടലുകളിലും ഒരാഴ്ചത്തേക്കുള്ള LPG സിലിണ്ടറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എത്രത്തോളം രൂക്ഷമാണ് കേരളത്തിലെ ഇന്ധന പ്രതിസന്ധി എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. റിസർച്ച് ഡെസ്കിൽ നിന്ന് ജെ ബിന്ദുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അടുക്കള അണയുന്നു. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 85 മുതൽ 90% ഇന്ധന വിതരണ പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. മധ്യപൂർവേഷ്യയിലെ യുദ്ധം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുനീക്കം തടസ്സപ്പെടുത്തിയതോടെ വലിയ പാചകവാതക ക്ഷാമത്തിലേക്കാണ് ഇന്ത്യയും കേരളവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 31.3 ദശലക്ഷം ടൺ LPGയാണ് ഇന്ത്യയുടെ പ്രതിവർഷ ശരാശരി ഉപഭോഗം. നമ്മുടെ ഉപഭോഗത്തിന്റെ 67% ഇറക്കുമതിയിലൂടെയാണ്. ഇതിൽ 90%
മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ബാക്കിയുള്ള 23% LPG വരുന്നത് കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും. പാചകവാതക പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ ഇത്രയും രൂക്ഷമാകാൻ കാരണം ഇതാണ്. പാചകവാതകത്തിന്റെ ഉപഭോഗം 87% വീടുകളിലാണ്. ബാക്കിയുള്ള 13% മാത്രമാണ് ഹോട്ടലുകളിൽ ഉപയോഗിക്കപ്പെടുന്നത്. അവശ്യ മേഖലയ്ക്ക് മാത്രം LPG വിതരണം ചെയ്താൽ മതിയെന്നാണ് എണ്ണ കമ്പനികൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയാണ് അവശ്യമേഖലയിൽപ്പെടുന്നത്. LPG ബുക്കിംഗ് സമയപരിധി 21 നിന്ന് 25 ദിവസത്തേക്ക് സർക്കാർ ഉയർത്തിയിട്ടുമുണ്ട്. ഹോട്ടലുകൾ അവശ്യമേഖലയായി കണക്കാക്കപ്പെടുന്നില്ലാത്തതിനാൽ ഹോട്ടലുകളിലേക്കുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഏകദേശം 2 ലക്ഷം വാണിജ്യ സിലിണ്ടർ ഉപയോക്താക്കളാണ് ഉള്ളത്. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി. കാരണം കൃത്യമായ മെനുവിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളാണ്. അത് വെട്ടിക്കുറയ്ക്കൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൈദ്യുതിയിൽ ഉപയോഗിച്ച് പാചകം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും വളരെ ചിലവേറിയ ഒരു സംഗതിയാണ്. പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത കടകൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനേ സാധിക്കും. ഇന്നലെ ഒരു 10ഓളം ഹോട്ടലുകൾ ഓൾറെഡി തുറന്നിട്ടില്ല. ഇന്ന് ലഭ്യമായ അറിവനുസരിച്ച് ഒരു 20-25ഓളം ഹോട്ടലുകൾ തുറക്കുന്നില്ല എന്നാണ് നമുക്ക് രാവിലെ അറിയാൻ സാധിച്ചത്. ദിവസേന 10 മുതൽ 25 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾക്ക് ആവശ്യമായ സ്റ്റോക്ക് ലഭിക്കാത്തതാണ് ഇതിന് കാരണം. The gas was some 4-5 days, it was 1,550, nowadays 3,200 rupees. So there is no supply, nothing. If you call for gas agency, they are saying no stock, so we cannot run the hotel. ഇങ്ങനെ സാഹചര്യം വന്നാൽ കൂട്ടേണ്ടി വരും. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നില്ല. ഗ്യാസുകാർ SP-കാരെ വിളിച്ചാലും അതുപോലെ തന്നെ ഭാരതിനെ വിളിച്ചാലും എടുക്കുന്നില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. ഹോട്ടലുകളുടെ മെനുവിൽ വരെ മാറ്റം വന്നു തുടങ്ങി. പാചകവാതക ഉപഭോഗം കൂടുതൽ ആവശ്യമുള്ള വിഭവങ്ങൾ ഒഴിവാക്കി പല ഹോട്ടലുകളും മെനു പരിമിതപ്പെടുത്തി കഴിഞ്ഞു. നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പലതും ബിരിയാണി പോലുള്ള ഒറ്റ വിഭവങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ചിലയിടങ്ങളിൽ വിറകടുപ്പുകളിലേക്ക് മാറാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ മെനു ഏതാണ്ട് കുറച്ചു തുടങ്ങി. വിറകടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു. മിക്കവാറും സെൻട്രൽ കിച്ചൺ കംപ്ലീറ്റ് വിറകടുപ്പിലേക്ക് മാറാനുള്ള ആലോചനയുണ്ട്. ഇത് തീരാൻ പ്രാർത്ഥിക്കുക. ലഭ്യമായ സിലിണ്ടറുകൾക്ക് അമിത വില നൽകേണ്ടി വരുന്നത് ഹോട്ടലുകളിലെ ഭക്ഷണവില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ഗ്യാസ് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ വില വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. മിനിമം 2,000-3,000 രൂപയുടെ വ്യത്യാസമാണ് ഗ്യാസിലൂടെ നമുക്കൊരു ദിവസം അമിതഭാരം വരുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങൾ പരമാവധി ഓർഡറുകളും കുറച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗ്യാസ് തീരെ കിട്ടാനില്ല. ഇന്നത്തെ ഓർഡറൊക്കെ ഉണ്ട്, കൊടുക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. പായസം മാത്രമേ ഉള്ളൂ. അത് പിറകിലുണ്ടാക്കിയിരിക്കുക. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. കാറ്ററിംഗ് അടച്ചു കൂട്ടേണ്ടി വരുന്ന തോന്നുന്നത്. ഇന്നത്തെ ഓർഡർ ക്യാൻസൽ ചെയ്യാനും പണിക്കാരൊക്കെ വീട്ടിൽ പോയിരിക്കുക. ഗ്യാസ് വന്നിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ. LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെയും ഇൻഡക്ഷൻ സ്റ്റൗവുകളിൽ വയ്ക്കാനാകുന്ന പാത്രങ്ങളുടെയും വിൽപ്പന കുതിച്ചുയരുകയാണ് എന്നാണ് റിപ്പോർട്ട്. സാധാരണഗതിയിൽ പ്രതിദിനം 35 മുതൽ 40 വരെ ഇൻഡക്ഷൻ കുക്കറുകൾ വിറ്റിരുന്ന സ്ഥാനത്ത് 150-നടുത്ത് സ്റ്റൗ ആണ് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ ബുക്കിങ്ങിന് ഒരു ഡിലേ വരുന്നുണ്ടെന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഇപ്പം ഇൻഡക്ഷൻ കുക്കറാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. കാരണം നമുക്കിപ്പം കൺവെൻഷനലായിട്ട് എല്ലാവരും LPG തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ അതിന് നേഷൻ വൈഡ് ഉള്ളൊരു ഷോർട്ടേജ് കാരണം എല്ലാ രീതിയിലും ഇപ്പം ഓട്ടോ, ടാക്സിയിലെല്ലാം LPG യൂസ് ചെയ്യുന്നവരൊക്കെ അവരുടെ കൺസേൺസ് ഉണ്ട്. ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഇതേ ഇഷ്യൂസ് ഉണ്ട്. ഇൻഡക്ഷൻ കുക്കർ നിർമ്മാണ കമ്പനിയുടെ ഓഹരി വിലയിലും 5 മുതൽ 13% വരെ വർധനയുണ്ടായി. പാചകവാതകത്തിന് വില കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരുന്നത് ഇൻഡക്ഷൻ കുക്കർ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് പേര്. ഗാർഹിക സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള കാലാവധി 25 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സിലിണ്ടർ തീരാറായ വീടുകളിൽ ആശങ്കയുണ്ടാക്കുന്നു. ക്ഷാമം മുതലെടുത്ത് സിലിണ്ടറുകൾ കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. റംസാൻ മാസമായതിനാൽ ഇഫ്താർ വിരുന്നുകൾക്കും മറ്റും കൂടുതൽ പാചകവാതകം ആവശ്യമുള്ളത് മുസ്ലിം കുടുംബങ്ങളെയും കേറ്ററിംഗ് സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവയ്ക്ക് സിലിണ്ടർ വിതരണത്തിൽ മുൻഗണന നൽകാൻ തീരുമാനിച്ചതിനു പുറമെ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ എണ്ണക്കമ്പനി പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുകയും കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ കേരളത്തിൽ കൂടുതൽ പ്രയാസങ്ങളുണ്ടാക്കുകയാണ്. വിവിധ ആശുപത്രികൾ, സ്കൂളുകൾ, നിരവധിയായിട്ടുള്ള ക്ഷേമ സ്ഥാപനങ്ങൾ, അതുപോലെ നിരവധി കുടുംബശ്രീ ഹോട്ടലുകൾ അടക്കമുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ, ഇതെല്ലാം മുൻഗണനയിൽ വരേണ്ടുന്ന സ്ഥാപനങ്ങളാണ്.
ആ പരിഗണന നൽകണമെന്ന ആവശ്യം കാണിച്ചുകൊണ്ടുള്ള കത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചു. കളക്ടറുടെയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെയും എല്ലാം നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഇറങ്ങാനും പൂഴ്ത്തിവയ്പ്പോ കരിഞ്ചന്തയോ ഈ അവസരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യമുള്ളവരെ ഈ പ്രതിസന്ധി തൽക്കാലം ബാധിക്കില്ല. സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുന്നത് തടയാൻ റവന്യൂ, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ കർശന പരിശോധന നടക്കുന്നുണ്ട്. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ പാചകവാതക വിതരണം കൂടുതൽ ദുഷ്കരമാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് 24. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ആദ്യത്തെ സംഘർഷത്തിന്റെ തുടക്കമെന്ന് പറയാം. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം. അതിന് പിന്നാലെ വന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ മാർച്ച് 11 അത് 11 ദിവസമായിട്ടേ ഉള്ളൂ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ സ്ഥിതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇത്തരമൊരു പ്രതിസന്ധിയെക്കുറിച്ച് അധികം ചർച്ച ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതാ ഒരു സുജേഷ് നന്നങ്ങാടി എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകൻ പറയുന്നു, വിറകടുപ്പിലേക്ക് മടങ്ങുക തന്നെ ശരണം, ബട്ട് ഇനി വിറകിനും വില കൂടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട ഇന്ധനക്ഷാമമൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് കൂടും. സ്വാഭാവികമായിട്ടും സപ്ലൈ കുറയുന്ന സമയത്ത് മാർക്കറ്റിലുണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് ഈ വിലക്കയറ്റം. അത് ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നു ഒരു ഇടപെടൽ ഉണ്ടാകും, പേടിക്കേണ്ടതില്ല എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. അത് കഴിഞ്ഞ ശേഷം മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകാം. കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി വന്നിരിക്കുകയാണ്. ഭൂമി തട്ടിപ്പ് പരാതിക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് പോറ്റിയുടെ വാദം. DGPക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പരാതി നൽകിയത്. തന്നെ കൊടുക്കാനാണ് ശ്രമമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിക്കുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, കുറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വീണ്ടും വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ആക്ഷേപം? ഒരു ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കഴക്കൂട്ടം പോലീസിന് കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ, പ്രതിഭ എന്ന സ്ത്രീ, പരാതി നൽകുന്നത്. ഈ പരാതി വ്യാജമാണെന്നും ഇത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പ്രതിഭ എന്ന് പറയപ്പെടുന്ന സ്ത്രീയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. മാത്രവുമല്ല, അതിനുശേഷം അവിടെ ഒരു സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അത് വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ ആ വാടക കൃത്യമായി തനിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് അത് ഇവാക്യുവേറ്റ് ചെയ്യാൻ, സ്ഥലം ഒഴിയാൻ നിർദ്ദേശം നൽകി. പിന്നാലെ പ്രതിഭ എന്ന് പറയപ്പെടുന്ന സ്ത്രീ ബാക്കിയുള്ള 37 സെന്റിൽ ബാക്കിയുള്ള സ്ഥലം കൂടി പർച്ചേസ് ചെയ്യണമെന്നുള്ള കാര്യവുമായി തന്നെ സമീപിച്ചു. അങ്ങനെ താൻ പണം കൊടുത്ത അമ്മയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് ആ ഭൂമിയെന്നും നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടം പോലീസിൽ പ്രതിഭ കൊടുത്തിരിക്കുന്ന പരാതി വ്യാജ പരാതിയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. കൂടാതെ പറയുന്ന ഒരു കാര്യം, ഈ കോൺസ്പിറസിക്ക് പിന്നിൽ കഴക്കൂട്ടം MLA കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, പ്രതിഭ എന്നിവർക്കെതിരെ ഗൂഢാലോചനയ്ക്കും അതേപോലെ ഫോർജറിക്കടക്കമുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കണം എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. പ്രജിൻ. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇന്നൊരു വിചിത്രമായൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നു. അത് 24 ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ആ വെളിപ്പെടുത്തൽ നടത്തിയൊരു ഡോക്ടറാണ്. വെറും ഡോക്ടറല്ല, ഒരു സർജറി വിഭാഗം മേധാവിയാണ്. അതും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ. ചികിത്സാ പിഴവുകൾ, ആശുപത്രി കെട്ടിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അടിസ്ഥാന സൗകര്യമില്ലായ്മകൾ, ഇങ്ങനെ സർക്കാർ ആശുപത്രികളെ കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ അവസാനത്തേതാണ് കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും ഇന്ന് വന്നത്. ആ തുറന്നുപറച്ചിൽ നടത്തിയത് ജനറൽ സർജറി വിഭാഗം മേധാവി. സൗകര്യങ്ങൾ ഇല്ല എന്ന് തുറന്നു പറഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിച്ചിരിക്കുകയാണ് ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ്. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത, ജീവഹാനി വരെ വരുത്താമെന്നാണ് ഈ നോട്ടീസിലെ മുന്നറിയിപ്പ്. ഡോക്ടറുടെ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാനില്ല എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. കോന്നിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. അത് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. രോഗാതുരം ആതുരാലയം. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ വിവിധ വകുപ്പ് മേധാവിമാർ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്കാണ് കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് നടത്തിയിട്ടുള്ളത്. സർജറി വിഭാഗം OPക്ക് സമീപമാണ് ഒരു 8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമ്മതപത്രം പോലെ ഒരു നോട്ടീസ് പതിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, വേണ്ടത്ര ജീവനക്കാരില്ല, വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമല്ല, 5 മണിക്ക് ശേഷം ഫാർമസി പോലും തുറന്നു പ്രവർത്തിക്കില്ല, വന്യമൃഗശല്യമുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു OPക്ക് മുമ്പിൽ ഒരു നോട്ടീസ് പതിച്ചത്.
അങ്ങനെ ആശുപത്രിയിൽ വരുന്ന രോഗികൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന രോഗികൾ ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വേണം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ. മരണം സംഭവിച്ചാൽ പോലും ആശുപത്രിക്കോ ഡോക്ടറിനോ യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്വമില്ല, അത് എല്ലാം രോഗിയുടേത് മാത്രമാണ് എന്നുള്ള കാര്യമായിരുന്നു ആ നോട്ടീസിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. കോന്നി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പതിച്ചിരിക്കുന്ന സമ്മതപത്രം നമ്മളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ആ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള പല തെറ്റുകളും ഞങ്ങൾ മുൻകാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇന്ന് അത് അച്ചടിച്ച രൂപത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഒട്ടിച്ചിരിക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ സ്ഥിതി വളരെ ഭയാനകരമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അവിടെ സമ്മതപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു തരത്തിലുമുള്ള ഒരു മുൻകരുതലുകളോ അല്ലെങ്കിൽ ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിട്ട് 5 വർഷങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. അവിടെ എല്ലാ സൗകര്യങ്ങളും ഘട്ടം ഘട്ടമായി ഒരുക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവിടെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് ഇങ്ങനെയൊരു നോട്ടീസ് പതിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനൊരു പോസ്റ്റർ അല്ലെങ്കിൽ നോട്ടീസ് അവിടെ സമ്മതപത്രമായിട്ട് അവിടെ പതിച്ചത് എന്നുള്ള മറുപടിയാണ് ഡോക്ടർ ശിവപ്രസാദ് നടത്തുന്നത്. അതേസമയം ഇത്തരമൊരു നിർദ്ദേശം ആരോഗ്യമന്ത്രിയുടെ ഓഫീസോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ ഒരു വകുപ്പ് മേധാവിമാർക്കും നൽകിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യത്തിലടക്കം ഒരു വിശദീകരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വകുപ്പ് മേധാവിയിൽ നിന്ന് തേടുകയും ചെയ്യും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പ്രതികരിക്കും പറഞ്ഞു. ഞാൻ ഇത് പരിപാടി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് പ്രതികരിക്കും. ഒരു വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിൽ ഒരു നോട്ടീസിലൂടെ പുറത്തു വന്നത് പ്രതിപക്ഷം വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കൂടുതൽ മൂർച്ച നൽകുന്നതാണ് കോന്നി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് എഴുതിയൊട്ടിച്ച നോട്ടീസ്. സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഇതിനകത്ത് കൃത്യമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാ ഉത്തരവാദിത്വവും രോഗികളുടെ മേൽ കൈ കെട്ടിവെച്ച് ഡോക്ടർമാരും ആരോഗ്യവകുപ്പും കൈ കഴുകുകയാണോ എന്ന ചോദ്യവും ഇതിനോടൊപ്പം പ്രസക്തമായി ഉയരുന്നു. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നമുക്ക് നാളെ കാണാം. ഇപ്പോൾ എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.